വിശദമായ വാർത്തയിലേക്ക്. പാലക്കാട് മുതലമടയിൽ വീട്ടിനുള്ളിൽ തീ പടർന്ന് ബധിരയായ യുവതി മരിച്ചു. മുതലമട കുറ്റിപ്പാടം സ്വദേശി സുമയാണ് തീപ്പൊള്ളലേറ്റ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകട കാരണം വ്യക്തമായിട്ടില്ലെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ച് വ്യക്തത വരുമെന്നും പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. മുതലമട കുറ്റിപ്പാടം സ്വദേശി കൃഷ്ണന്റെ വീടിനുള്ളിൽ നിന്നും തീ പടരുന്നത് കണ്ട അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും വീടിനുള്ളിലുണ്ടായിരുന്ന കൃഷ്ണന്റെ മകൾ സുമയെ രക്ഷിക്കാനായില്ല. സുമയുടെ ശരീരം പൂർണ്ണമായും കത്തിക്കരിഞ്ഞിരുന്നു. കൃഷ്ണൻ രാവിലെ പണിക്ക് പോയി. അമ്മ രുക്മിണി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും പോയി. സഹോദരൻ സുധീഷും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. തീ പടരുന്നത് കണ്ട് ഓടിയെത്തിയ അയൽവാസികൾ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ഗ്യാസ് സിലിണ്ടർ ഉൾപ്പെടെ പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. സംഭവമറിഞ്ഞ് ഓടിയെത്തിയ അച്ഛൻ കൃഷ്ണൻ മകൾ അകത്തുള്ള കാര്യം പറഞ്ഞെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും സുമ കിടന്നിരുന്ന മുറിയുടെ മേൽഭാഗം അടർന്നു വീണിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞത്. അച്ഛൻ പറയുന്നുണ്ട് മകൾ ഉള്ളിലുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. കാരണം തീ മേലെ വന്ന് അങ്ങനെ വെളി കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ എത്തിയത്. ഡോറ് ഈ അടുക്കള വാതിൽ അകത്തുനിന്ന് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് വാതിൽ ചവിട്ടിയതും വാതിൽ പൊളിഞ്ഞും കൊണ്ടു. പക്ഷെ അത് എവിടെ നിന്ന് പൊട്ടിയെന്നുള്ളത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. വീട് അകത്തുനിന്നും പൂട്ടിയിരുന്നതായി പോലീസ് പറയുന്നു. സുമ കിടന്നിരുന്ന മുറിയിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായിട്ടുള്ളത്. എന്നാൽ അപകട കാരണം വ്യക്തമായിട്ടില്ലെന്നും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂവെന്നും പോലീസ് വ്യക്തമാക്കി. ചിറ്റൂർ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. സുമയുടെ വിവാഹ നിശ്ചയം അടുത്തിടെയാണ് കഴിഞ്ഞത്. അപ്രതീക്ഷിതമായുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് വീട്ടുകാരും നാട്ടുകാരും. ന്യൂസ് 18 പാലക്കാട്. പത്തനംതിട്ട കലഞ്ഞൂരിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ബന്ധുക്കൾ ആക്രമിച്ചതായി യുവതിയുടെ പരാതി. സഹോദരിയും ഭർത്താവും ചേർന്നാണ് ആക്രമിച്ചത് എന്ന് യുവതി പറഞ്ഞു. സംഭവത്തിൽ കലഞ്ഞൂർ പോലീസ് കേസെടുത്തു. മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ആയുധമായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവൻ തന്നെ അവിടെ അന്ന് അപകടത്തിലായേനെ. കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലെത്തിയ യുവതിയെ സഹോദരിയും ഭർത്താവും ചേർന്ന് ആക്രമിച്ചെന്നാണ് പരാതി. ആക്രമണത്തിൽ യുവതിയുടെ കൈക്കും തലയ്ക്കും പരിക്കേറ്റു. അമ്മയെ കാണാനെത്തിയപ്പോഴായിരുന്നു ആക്രമണം. പ്രണയവിവാഹത്തെ തുടർന്നുണ്ടായ ശത്രുതയാണ് ബന്ധുക്കളുടെ ആക്രമണത്തിന് പിന്നിലെന്ന് യുവതി പറഞ്ഞു. സ്വത്തെടുത്തില്ല, മുതലെടുത്തില്ല, ഞാൻ എങ്ങനെങ്കിലും മറ്റു രീതിയിൽ ഞാൻ നശിക്കണം എന്നുള്ളൊരു രീതിയിലാണ്. അതായത് ഞാൻ ഇങ്ങനെ പോയത് കൊണ്ട് ഒരിക്കലും നല്ലൊരു ജീവിതം ആയിരിക്കല്ലോ എന്നൊരു ഉദ്ദേശം അവർക്കുണ്ട്. ആക്രമണത്തിൽ പരിക്കേറ്റ യുവതി കോന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലഞ്ഞൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ 8-നാണ് യുവതി വിവാഹിതയായത്. ന്യൂസ് 18 പത്തനംതിട്ട. പരപ്പനങ്ങാടി തലപ്പാറയിൽ മിനി ലോറിയിൽ കടത്തിയ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. ഇടിമുഴിക്കൽ സ്വദേശി ഹസൻകുട്ടിയും ഫറൂഖ് പെരുമുഖം സ്വദേശി അബ്ദുൽ ഖാദറുമാണ് പിടിയിലായത്. മിനി വാനിൽ കഞ്ചാവ് എത്തിച്ചത് ആന്ധ്രയിൽ നിന്നാണെന്ന് പ്രതികൾ എക്സൈസിനോട് സമ്മതിച്ചു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ കഞ്ചാവ് മൊത്ത വിതരണക്കാരാണ് പിടിയിലായതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരുവനന്തപുരം വെങ്ങാനൂരിൽ ബൈക്കുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വെങ്ങാനൂർ ചവടിനട ഗവൺമെന്റ് മോഡൽ സ്കൂളിന് സമീപമാണ് വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസത്തിനു മുൻപ് ഒരു ഹോണ്ട ആക്ടിവ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു പൾസർ ബൈക്കും കണ്ടെത്തി. വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളും നമ്പർ പ്ലേറ്റും മുറിച്ചു കളഞ്ഞ നിലയിലാണ്. മോഷണ വാഹനങ്ങളാണ് ഉപേക്ഷിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. യുവതിയുടെ നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി പിടിയിൽ. വെങ്ങാനൂർ പനങ്ങോട് അംബേദ്കർ ഗ്രാമത്തിലെ സക്കീറിനെയാണ് കോവളം പോലീസ് പിടികൂടിയത്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കോതമംഗലത്ത് കാറിൽ കടത്തിയ 30 ലിറ്റർ വാറ്റ് ചാരായം പിടിച്ചെടുത്തു. 4 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. ജോജിൻ ബോസ്, വിനയചന്ദ്രൻ, അഖിൽ ഷാജി എന്നിവരാണ് കാറിൽ കടത്തിയ 30 ലിറ്റർ ചാരായവുമായി പിടിയിലായത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ഭൂതത്താൻകെട്ട് ഡാമിന് സമീപം പുഴയ്ക്കക്കരെ വാച്ച് ടവറിന് സമീപത്തെ പൊന്തക്കാട്ടിൽ വെച്ചാണ് ചാരായം വാറ്റിയതെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജോമോൻ തോമസ് പിടിയിലായത്. കട്ടിപ്പാറ ചാമലിൽ വീണ്ടും ചാരായവേട്ട. 2 വാഹനങ്ങളിലും വീട്ടിലുമായി സൂക്ഷിച്ച 8 ലിറ്റർ ചാരായം താമരശ്ശേരി എക്സൈസ് പിടിച്ചെടുത്തു. വാഹനവും ചാരായവും കസ്റ്റഡിയിലെടുത്തു. മോഹൻദാസിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന KL 56P 166 നമ്പർ ഗുഡ്സ് കാരേജിൽ നിന്ന് 4 ലിറ്ററും KL 57U 425 നമ്പർ സ്കൂട്ടറിൽ നിന്ന് 3 ലിറ്ററുമാണ് എക്സൈസ് പിടിച്ചെടുത്തത്. തുടർന്ന് മോഹൻദാസിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ സൂക്ഷിച്ച 1 ലിറ്റർ ചാരായവും കണ്ടെടുത്തു.
ചെറിയ കുപ്പികളിലാക്കിയാണ് ചാരായം സൂക്ഷിച്ചിരുന്നത്. ഇയാൾക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നുവെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എന്നും എക്സൈസ് ഇൻസ്പെക്ടർ NK ഷാജി പറഞ്ഞു. എക്സൈസ് സംഘത്തെ വെട്ടിച്ചു രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് നടത്തിയ അംഗൻവാടി വർക്കേഴ്സിന്റെ പരിശീലന പരിപാടി പോലീസിന്റെ ഇടപെടലിനെ തുടർന്ന് നിർത്തിവെച്ചു. ആലക്കോട് ടൌണിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ICDS അധികൃതർ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിമാസ മീറ്റിംഗിനായാണ് കമ്മ്യൂണിറ്റി ഹാളിൽ അംഗൻവാടി വർക്കേഴ്സ് ഒത്തുചേർന്നത്. സാമൂഹിക അകലം പോലും പാലിക്കാതെയാണ് ഇരിപ്പിടങ്ങൾ ഒരുക്കിയത്. ചില വർക്കർമാർ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും ICDS ഓഫീസർ മുഖവിലക്കെടുക്കാതെ മീറ്റിംഗ് തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഹെൽപ്പർമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് അണുനശീകരണം പോലും നടത്താതെ വർക്കർമാരുടെ മീറ്റിംഗും നടത്തിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും ശക്തമാക്കിയതോടെ ഇടുക്കിയുടെ ടൂറിസം മേഖല ആശങ്കയിലാണ്. ലോക്ഡൌണിന് ശേഷം ടൂറിസം മേഖലയിൽ ഉണർവുണ്ടായെങ്കിലും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നത് വിനോദസഞ്ചാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്നവരെ പ്രതിസന്ധിയിലാക്കും. കോവിഡ് മൂലം പ്രതിസന്ധിയിലായ ഇടുക്കിയിലെ ടൂറിസം മേഖല തിരിച്ചുവരവിന്റെ പാതയിലായിരുന്നു. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഗ്രാമീണ ടൂറിസം കേന്ദ്രങ്ങളിലും സഞ്ചാരികൾ എത്തിത്തുടങ്ങിയിരുന്നു. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ വളരെ കുറച്ച് ഗസ്റ്റുകൾ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നിയന്ത്രണങ്ങൾ ശക്തമാകുന്നത് മൂലം ടൂറിസം മേഖല വളരെ നഷ്ടത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിച്ചതോടെ ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ടൂറിസത്തെ ആശ്രയിച്ചു കഴിയുന്ന ജീപ്പ് ടാക്സി ഡ്രൈവർമാർ, ചെറുകിട കച്ചവടക്കാർ, റിസോർട്ട് ഹോം സ്റ്റേ ഉടമകൾ, ജീവനക്കാർ തുടങ്ങിയവരെല്ലാം സാമ്പത്തിക പ്രതിസന്ധിയിലാവും. കഴിഞ്ഞ കൊറോണ കാലത്ത് 8-9 മാസം ഞങ്ങൾ യാതൊരു തൊഴിലും ഇല്ലാതെ വീട്ടിൽ കയറിയിരുന്നു. പല ചെറിയ തൊഴിലുകൾക്ക് പോയാണ് ഉപജീവനം നടത്തി പോകുന്നത്. വീണ്ടും ഇപ്പോൾ ആ 8-9 മാസത്തെ CC കുടിശ്ശിക കിടക്കുന്നു, ബാലൻസ് കടങ്ങൾ കിടക്കുന്നു. ഓരോ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പുതിയതായിട്ട് വീണ്ടും ഇപ്പോൾ ഒരു കൊറോണയുടെ അടുത്ത സ്റ്റേജ് വരികയാണ്. ഈ കഴിഞ്ഞ 2-3 മാസക്കാലമായി ഞങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോരുകയായിരുന്നു. നല്ലൊരു പ്രതീക്ഷ അർപ്പിച്ചു ടൂറിസത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആകുന്നു. അപ്പോഴാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യും എന്ന് ഞങ്ങൾക്ക് അറിയില്ല. കോവിഡിന്റെ രണ്ടാം വരവിനെ തുടർന്ന് ആശങ്കയിലാണ് ഈ മേഖല. ന്യൂസ് 18 ഇടുക്കി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി കണ്ണകി ക്ഷേത്രത്തിലെ ചിത്ര പൗർണമി ഉത്സവം ഈ വർഷവും ഉണ്ടാകില്ലെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശൻ. തമിഴ്നാട്ടിലും ഉത്സവങ്ങൾ നിരോധിച്ച സാഹചര്യത്തിൽ തേനി ജില്ലാ ഭരണകൂടവുമായി ആലോചിച്ച ശേഷമാണ് തീരുമാനം. പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ കാണിഞ്ഞ ക്ഷേത്രമാണ് മംഗളാദേവി. തമിഴ്നാട്ടിലെ തേനി ജില്ലാ ഭരണകൂടവും ഇടുക്കി ജില്ലാ ഭരണകൂടവും ചേർന്നാണ് ഉത്സവം നടത്തിയിരുന്നത്. മംഗളാദേവി ഉത്സവം ഉൾപ്പെടെയുള്ള നമ്മൾ ഇപ്രാവശ്യം വേണ്ടെന്നുള്ള തീരുമാനമാണ്. ഞാൻ രാവിലെ തേനി കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്രാവശ്യം വേണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ്. ഉത്സവങ്ങളൊക്കെ തൽക്കാലം നിർത്തിവെക്കാം. തമിഴ്നാട്ടിലെ ഉത്സവങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അവർ ഗവൺമെൻറ് ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ നമ്മൾ തമിഴ്നാട്ടിലെ ആൾക്കാരെയും നമ്മളും കൂടിയാണ് ആ ഉത്സവം നടത്തുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിരുന്നില്ല കോവിഡ് പശ്ചാത്തലത്തിൽ. ഇപ്പോൾ ഈ കോവിഡ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ ഇപ്രാവശ്യം കൂടി ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ്. അത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിരിക്കുന്നത്. തെങ്കാശിയിൽ രണ്ടാം ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തു. കാളിരാജിനെ കൊന്ന കേസിലാണ് രണ്ടാം ഭാര്യ അഭിരാമി പിടിയിലായത്. കൊല നടത്തിയത് യുവതിയും കാമുകനും ചേർന്നാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 2 വർഷം മുൻപ് തെങ്കാശി കുത്തുകലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കാളിരാജിന്റെ സുഹൃത്തായ ഒരാൾക്കൊപ്പം അഭിരാമി താമസം തുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അഭിരാമിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. കൈവരി തകർന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും ചോറോട് പഞ്ചായത്തിലെ കുട്ടൂലി പാലത്തിന്റെ കൈവരി പുനർനിർമ്മിച്ചില്ല. പകൽ സമയത്ത് പോലും അപകട സാധ്യതയുള്ള പാലത്തിൽ കൈവരിയുടെ നിർമ്മാണം ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ചോറോട് കൂട്ടൂലി പാലത്തിൽ നിന്ന് കാർ കനാലിലേക്ക് മറിഞ്ഞത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിലാണ് കാർ ഓടിച്ച ആളുടെ ജീവൻ രക്ഷിച്ചത്. കൈവരി ഉടൻ പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ്. മറുവശത്തെ കൈവരിയും തകർച്ചാഭീതിയിലാണ്. ഒരു ആൾക്കാർക്ക് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അതിന് തീരെ ഉറപ്പ് കിട്ടാത്തൊരു കൈവേലിയായിട്ടാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട് വാഹനങ്ങളൊക്കെ സ്പീഡ് പോകുന്ന അവസരമാണുള്ളത്. ആ സമയത്ത് അങ്ങനെ വരുന്ന വാഹനം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സൈഡ് കൊടുത്തു കഴിഞ്ഞാൽ അപകടം എന്തായാലും ഉണ്ടാവും. ഫെബ്രുവരി 28-ന് നിയന്ത്രണം വിട്ട കാർ ഒരു വശത്തെ കൈവരിയിൽ ഇടിക്കുകയും കാർ താഴെ കനാലിലേക്ക് പതിക്കുകയുമാണ് ഉണ്ടായത്. വീതി കുറഞ്ഞ പാലമായതിനാൽ സ്ഥലപരിചയമില്ലാത്തവർ വാഹനവുമായി വരുമ്പോൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. മഴക്കാലത്തും അപകടമുണ്ടാകാറുണ്ട്. ന്യൂസ് 18 വടകര.
നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് ഇടുക്കി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നു. ലൈഫ് മിഷൻ അടക്കമുള്ള സർക്കാർ പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തനവും താളം തെറ്റുന്ന അവസ്ഥയിലാണ്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ്. ജില്ലയിലെ ചെറുകിട പാറമടയുൾപ്പെടെ നിശ്ചലമായതോടെ കല്ലിന്റെയും മണലിന്റെയും ലഭ്യത കുറഞ്ഞു. ഹൈറേഞ്ച് മേഖലയിലാണ് പ്രതിസന്ധി രൂക്ഷമായത്. മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും സാമഗ്രികൾ എത്തിച്ചായിരുന്നു നിർമ്മാണം. നിലവിൽ തമിഴ്നാട്ടിൽ നിന്ന് പോലും അവശ്യ വസ്തുക്കൾ ലഭിക്കാത്ത സാഹചര്യമാണ്. നിർമ്മാണ സാമഗ്രികൾ മറ്റു ജില്ലകളിൽ നിന്നും എത്തിക്കുന്നതിന് വൻ തുകയാണ് മുടക്കേണ്ടി വരുന്നത്. 50 കിലോമീറ്ററും 70 കിലോമീറ്റർ 80 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ സാധനം എത്തിക്കണമെങ്കിൽ അത് ട്രാൻസ്പോർട്ട്, അതായത് അത് കൊണ്ടുവരുന്ന വാഹനത്തിന് തന്നെ ക്രമാതീതമായിട്ടുള്ള ഒരു തുക കൊടുക്കേണ്ടതായ സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ വീട് പണികളെല്ലാം നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ സംജാതമായിരിക്കുന്നത്. നിർമ്മാണ സാമഗ്രികളുടെ അഭാവം ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. ഗ്രാമീണ റോഡുകളടക്കം കരാറെടുക്കാൻ ആരും തയ്യാറായ സാഹചര്യം നിലവിലുണ്ട്. സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പ്രകാരമുള്ള വീടുകളുടെ നിർമ്മാണവും പാതി വഴിയിലായി. പ്രതിസന്ധി തുടർന്നാൽ എല്ലാ പദ്ധതികളും പാതി വഴിയിൽ നിലയ്ക്കും. അതുകൊണ്ട് തന്നെ ന്യായമായ വിലയിൽ നിർമ്മാണ സാമഗ്രികൾ ജില്ലയിൽ ലഭ്യമാകുന്നതിന് സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് വടകര മൂരാട്ടെ പുതിയ പാലത്തിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായി പൈലിംഗ് തുടങ്ങി. പൈലിംഗ് ജോലി കരാറെടുത്തത് തൃശൂർ ആസ്ഥാനമായുള്ള വത്സാസ് ഇൻഫ്ര പ്രൊജക്ട്സ് എന്ന സ്ഥാപനമാണ്. 32 മീറ്റർ വീതിയിലും 204 മീറ്റർ നീളത്തിലുമാണ് 6 വരി പാലം നിർമ്മിക്കുക. ദേശീയപാതയിലെ മൂരാട് പാലത്തിന്റെ പൈലിംഗ് തുടങ്ങി. 32 മീറ്റർ വീതിയിലും 204 മീറ്റർ നീളത്തിലുമാണ് 6 വരി പാലം നിർമ്മിക്കുക. 7 തൂണുകളാണ് പാലത്തിനുണ്ടാകുക. 60 ഗർഡറുകളുമുണ്ടാകും. പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള സമയം 8 മാസമാണ്. 7 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. यहाँ पे कंपनी ने प्रोजेक्ट लिया है पलोली पालम केरला में 2.1 किलोमीटर 6 लेन है रोड वाइडनिंग एंड मोराड ब्रिज 4 लेन जो जून 2022 से पहले काम कंप्लीट हो जाएगा. മൂരാട് മുതൽ പാലോളിപ്പാലം വരെയുള്ള 2.1 കിലോമീറ്റർ റോഡ് വികസിപ്പിക്കുന്ന പ്രവൃത്തിയും പ്രദേശത്തെ പാലങ്ങളുടെ നിർമ്മാണവുമാണ് ആദ്യം തുടങ്ങിയത്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി ഊർജിതമായി നടന്നുവരികയാണ്. ന്യൂസ് 18 വടകര. ഇടവേള. മഞ്ചേശ്വരം ഹൊസങ്കടിയിൽ KSRTC ബസ് ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികർ മരിച്ചു. പൈവളികെ ജോഡിക്കൽ ബീസ്ബയിലെ ശശിധരനാണ് മരിച്ചത്. ബംഗളൂരു ഭാഗത്തു നിന്നും വരികയായിരുന്ന ബസ്സാണ് അപകടം വരുത്തിയത്. ഇടുക്കി മുനിയറയ്ക്ക് സമീപം വാഹനാപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. മുനിയറ മുള്ളിരിക്കുടി റോഡിൽ പിക്കപ്പ് വാൻ മറിഞ്ഞാണ് അപകടമുണ്ടായത്. വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി മുഹമ്മദിന് ഗുരുതരമായി പരിക്കേറ്റു. കുത്തിറക്കത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട് 20 അടി താഴ്ചയിലേക്ക് പതിച്ച വാഹനം മരത്തിലിടിച്ച് നിൽക്കുകയായിരുന്നു. നാട്ടുകാർ എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. വേനൽ കടുത്തു, കരുതാം ഓരോ തുള്ളിയും. വേനൽ കടുത്തതോടെ ജലക്ഷാമം പരിഹരിക്കാൻ ഭാരതപ്പുഴയിൽ താൽക്കാലിക തടയണ നിർമ്മാണവുമായി പട്ടാമ്പി നഗരസഭ. നഗരസഭയുടെ നേതൃത്വത്തിൽ നേരത്തെ നിർമ്മിച്ച തടയണയുടെ അരികിലായാണ് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. 6 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന തടയണ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാകും. വേനൽ കടുത്തതോടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. ചെങ്ങനാങ്കുന്ന് തടയണയുടെ ഷട്ടറുകൾ അടച്ചതും അറ്റകുറ്റപ്പണികൾക്കായി വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിലെ ജലം ഒഴുക്കിവിട്ടതുമാണ് പട്ടാമ്പിയിൽ ജലനിരപ്പ് താഴാൻ കാരണമായത്. ഈ സാഹചര്യത്തിലാണ് പട്ടാമ്പിയിലെ കുടിവെള്ള വിതരണം മുടങ്ങാതിരിക്കാനും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനുമായി താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലാണ് പുതിയ തടയണ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ ഭരണസമിതി തോട്ടുമുഖം കടവ് ഭാഗത്ത് നിർമ്മിച്ച തടയണയുടെ അരികിലായാണ് പുതിയ തടയണ നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന് ജലം ലഭ്യമാക്കും. ഒരു പുതിയ തടയണ അവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് വരുന്നതോടുകൂടി കുറച്ചൊക്കെ ആവുള്ളൂ. എന്നാലും നമുക്ക് മലമ്പുഴ തുറക്കുകയും വേണം. എങ്കിൽ കൂടിയാണ് ശാശ്വത പരിഹാരം ആവുകയൊന്നുമില്ല. എന്നാലും കുറച്ച് ഈ സമയത്ത് കുറച്ച് പരിഹാരം കാണാൻ സാധിക്കും. മണൽച്ചാക്കുകൾ ഉപയോഗിച്ച് 1.5 മീറ്റർ ഉയരത്തിലും 4 മീറ്റർ അകലത്തിലും 2 ഭിത്തികൾ കെട്ടി മധ്യഭാഗത്ത് കളിമണ്ണ് നിറച്ചാണ് തടയണ നിർമ്മിക്കുന്നത്. 200 മീറ്ററാണ്
തടയണയുടെ നീളം. തടയണയിൽ വെള്ളമെത്തുമ്പോൾ പട്ടാമ്പി സമഗ്ര കുടിവെള്ള പദ്ധതിയിലേക്കുള്ള 2 പമ്പ് ഹൗസിലും വിതരണത്തിനായി സുലഭമായി വെള്ളം ലഭിക്കും. ന്യൂസ് 18 പട്ടാമ്പി. പഞ്ചായത്തിന്റെ അശാസ്ത്രീയ പ്രവൃത്തി മൂലം കുടിവെള്ളം നഷ്ടമായി ഒരു കുടുംബം. മയ്യനാട് പഞ്ചായത്തിനെതിരെയാണ് പരാതി. മയ്യനാട്ടെ കോവൂർക്കുളം വൃത്തിയാക്കി പായൽ ഉൾപ്പെടെ മാലിന്യം സമീപത്തെ തോട്ടിൽ നിക്ഷേപിച്ചു. മാലിന്യം നിറഞ്ഞ് തോട്ടിലെ ഒഴുക്ക് നിലച്ചതോടെ ഊറിയ മലിനജലം അടുത്ത വീട്ടിലെ കിണറ്റിലേക്ക്. തോടിലെ ഇത്രയും പോച്ച അതെല്ലാം കെട്ടിക്കിടന്ന് അതിനകത്ത് വെള്ളം ഒഴുകി പോകാതെ ഇങ്ങനെ നിന്ന് നമ്മുടെ കിണറ്റിലോട്ടൊക്കെ ഊറ്റിറങ്ങുന്നുണ്ട്. ഈ ഊറ്റിറങ്ങിയാണ് ഈ വെള്ളം ഭയങ്കരമായിട്ട് ഓരാവുന്നത്. അത് കൊച്ചിൻ്റെ പാൽപ്പൊടി പോലും നമുക്കൊന്ന് ചൂടാക്കാൻ പറ്റില്ല, അപ്പോഴേ പിരിഞ്ഞു പോവുകയാണ്. ഇത് ഈ ചിറ വൃത്തിയാക്കിയവർ ഈ പോച്ച എല്ലാടെ തള്ളി തോട്ടിലിട്ടിട്ട് അവരവരെ കാര്യം നോക്കിയാൽ പോയി. ഈ പോച്ച എല്ലാടെ കിടന്ന് ഭയങ്കര സ്മെല്ലായി വെള്ളത്തിന്. അത് നമുക്ക് ഈ സ്ഥിരം ഇങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. വേറെ പുറമേ ആൾക്കാർ വരുവാണെങ്കിൽ ഈ തോട്ടിന് ഭയങ്കര സ്മെല്ലും ഈ വെള്ളവും ഭയങ്കര ഓര്. ഈ കിണറ്റിലെ വെള്ളം നമ്മളെങ്ങനെ കുടിക്കുന്നത്? കുളത്തിന്റെ നവീകരണത്തിനായി 30 ലക്ഷത്തോളം രൂപയാണ് ചെലവഴിച്ചത്. പായലും എക്കലും നീക്കി സംരക്ഷണ ഭിത്തി കെട്ടുന്നതും കൈത്തോടുകൾ തെളിക്കുന്നതുമായിരുന്നു പ്രധാന ജോലി. നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ കരാറുകാരൻ മുങ്ങിയതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 കൊല്ലം. പട്ടാമ്പിയിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടിയുമായി പട്ടാമ്പി നഗരസഭ. നഗരത്തിൽ 1/2 കിലോമീറ്ററോളം പുഴയോരം വ്യാപാര സ്ഥാപനങ്ങളുടെ കയ്യിലാണ്. പട്ടാമ്പിയിൽ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ പാർക്കിംഗ് സ്ഥലവും മാലിന്യ നിക്ഷേപ കേന്ദ്രവുമായി ഭാരതപ്പുഴ മാറിയിരിക്കുകയാണ്. കയ്യേറ്റം വ്യാപകമായിട്ട് വർഷങ്ങളായി. നമ്പറും റോഡ് മുതൽ പട്ടാമ്പി പാലം വരെയുള്ള പുഴയോരമാണ് സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയിരിക്കുന്നത്. 2 ആൾ ഉയരത്തിൽ മതിൽ കെട്ടി ഉയർത്തിയ ഈ ഭാഗം മാലിന്യം നിക്ഷേപിക്കാനുള്ള പ്രധാന കേന്ദ്രമായി മാറി. കയ്യേറ്റം ഒഴിപ്പിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്രമാക്കി പദ്ധതി ആവിഷ്കരിക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. പല കെട്ടിടങ്ങൾക്ക് പുറകിലായി നിരവധി പുറമ്പോക്ക് ഭൂമി നിലവിലുണ്ട്. അത് അടിയന്തരമായി അളന്ന് തിട്ടപ്പെടുത്തി അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് മുനിസിപ്പാലിറ്റി രൂപം നൽകിയിട്ടുള്ളത്. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നും പട്ടാമ്പിയിൽ വന്ന് താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഒരു സമയം ചെലവഴിക്കുന്നതിനോ അല്ലെങ്കിൽ കുടുംബമായി എവിടെയെങ്കിലും ഒത്തുചേരുന്നതിനോ ഉള്ളൊരു സൗകര്യം പട്ടാമ്പിയിൽ നിലവിലില്ല. ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം ആ ഒരു പ്രദേശങ്ങളിൽ നിന്ന് ഭാരതപ്പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് കൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടി സാധിക്കും. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് അത്യാധുനിക സംവിധാനങ്ങളോടെ ഭാരതപ്പുഴയുടെ ദൃശ്യമനോഹാരിത ആസ്വദിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതോടെ പട്ടാമ്പിയുടെ മുഖഛായ മാറുമെന്നാണ് നഗരസഭ അവകാശപ്പെടുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി കാർഷിക കേരളം. മുണ്ടകൻ കൃഷിക്ക് ശേഷം തരിശായ പാടത്ത് എള്ളു കൃഷി ചെയ്ത് വിജയം കൊയ്യുകയാണ് പത്തനംതിട്ട നരിയാപുരം സ്വദേശി അംബുജാക്ഷൻ. 10 ഏക്കർ പാടത്താണ് വിജയകരമായി എള്ളു കൃഷി ചെയ്യുന്നത്. മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തിനു ശേഷം പാടം തരിശിട്ട് കർഷകർ മടങ്ങിയപ്പോഴാണ് കൊയ്ത്തു കഴിഞ്ഞ പാടത്തെ 10 ഏക്കർ സ്ഥലത്ത് അംബുജാക്ഷൻ എള്ളു കൃഷി ഇറക്കിയത്. വരൾച്ച രൂക്ഷമായതിനാൽ മുണ്ടകൻ കൃഷിക്ക് ശേഷം കർഷകർ പലരും പാടം തരിശിടുകയാണ് പതിവ്. എന്നാൽ ഈ പതിവ് തെറ്റിച്ചാണ് അംബുജാക്ഷൻ ഇടവേളയായി എള്ളുകൃഷി ചെയ്ത് നേട്ടം കൊയ്യുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച വിളവും വിലയും ലഭിക്കുന്നതിനാൽ എള്ളുകൃഷി ലാഭമാണെന്ന് അംബുജാക്ഷൻ പറയുന്നു. 3 മാസം കൊണ്ട് ഇതിന്റെ വിളവെടുക്കാം. അത് ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ആദായം ഉണ്ടാകും. കൃഷിക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വള്ളിക്കോട്ടെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരാണ് നൽകുന്നത്. വിത്തും പൂട്ടുകൂലിയും നൽകി വരുന്നുണ്ട്. ഹെക്ടറിന് TMB4 എന്ന് പറയുന്ന വെറൈറ്റി ഈ കർഷകർക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂട്ടുകൂലി ഇനത്തിൽ ഒരു 1875 രൂപ വെച്ചും ഈ കർഷകർക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ഇപ്പം പ്രത്യേകിച്ചും ഒരു മുണ്ടൻ കൃഷി ചെയ്തതിന് ശേഷം ഒരു 3 മാസം കൊണ്ട് കർഷകർക്കൊരു ഇടക്കാല അധിക വരുമാനം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കൃഷിയെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇതിൻ്റെ വിജയത്തിനനുസരിച്ച് വരും കാലങ്ങളിൽ നമുക്ക് പൂർണ്ണമായും ഈ കൃഷി വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് കൃഷി വകുപ്പ് ഉദ്ദേശിക്കുന്നത്. എള്ളുകൃഷിക്ക് ആവശ്യമായ ജൈവവളവും രാസവളങ്ങളുമാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വേനൽ മഴ കൂടി ലഭിച്ചതോടെ വിളവ് പ്രതീക്ഷിച്ചതിലും വർദ്ധിച്ചിട്ടുണ്ട്. മണ്ണിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അടുത്ത നെൽകൃഷിക്ക് നല്ല വിള ലഭിക്കാനും എള്ളുകൃഷി അനുയോജ്യമാണെന്നാണ് അംബുജാക്ഷന്റെ അഭിപ്രായം. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലം കരുനാഗപ്പള്ളി നഗരസഭയിലെ തരിശു ഭൂമിയിൽ ഇനി മഞ്ഞൾ വിളയും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സമഗ്ര മഞ്ഞൾ കൃഷി വ്യാപന പദ്ധതി നടപ്പാക്കുന്നത്.
സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ് മഞ്ഞൾ കൃഷി നടപ്പാക്കുന്നത്. കൃഷിഭൂമിയായി കുറഞ്ഞത് 10 സെന്റ് ഭൂമിയെങ്കിലുമുള്ള ഗുണഭോക്താക്കളെയാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരാളിന് 50 കിലോ മഞ്ഞൾ വീതമാണ് നൽകുന്നത്. നഗരസഭയിൽ 250 യൂണിറ്റുകളാണ് ലക്ഷ്യമിടുന്നത്. ഓരോ ഡിവിഷനിലും 170 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാവുമെന്ന പ്രതീക്ഷയാണുള്ളത്. കൃഷിഭൂമി ഒരുക്കുന്നതും മഞ്ഞൾ നടുന്നതുമെല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ്. ഒരേ സമയം കാർഷിക മേഖലയിലെ മുന്നേറ്റമാണ് ലക്ഷ്യം. സംസ്ഥാന സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സമഗ്ര മഞ്ഞൾ കൃഷി വ്യാപനം നടപ്പാക്കുകയാണ്. ഈ പദ്ധതി പ്രകാരം ഏതാണ്ട് 250 യൂണിറ്റുകളിലായി 12,500 കിലോയോളം മഞ്ഞളാണ് നഗരസഭാ പ്രദേശത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മുൻപ് നടപ്പാക്കിയ സമഗ്ര വാഴകൃഷി പദ്ധതിയിലൂടെ 250ഓളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനായി. മഞ്ഞൾ കൃഷി പദ്ധതിയിലൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മഞ്ഞൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് നഗരസഭ അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 കരുനാഗപ്പള്ളി. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. This program co-presented by